ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാലോ. ഇന്ന് ഫ്രൈഡ് റൈസ് ആട്ടോ. ചിക്കനും ചെമ്മീനും എല്ലാം ഇട്ട് നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല രുചിയുള്ള ഫ്രൈഡ് റൈസാണ്. അപ്പോൾ അരി ബിരിയാണി റൈസ് ഇല്ലേ, അതിൻ്റെ വലുതെടുത്തു. അത് കഴുകി നല്ല വൃത്തിയാക്കി തിളച്ച വെള്ളത്തിലോട്ടിട്ട് വേവിച്ചെടുക്കുക. ഞാൻ നേരത്തെ റൈസ് വേവിച്ചൊന്നും വെച്ചില്ല കേട്ടോ. ഇപ്പം തന്നെ ജുവലിനെ വിട്ടിട്ട് വന്ന് ഞാനും ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഇതാ ഉണ്ടാക്കാൻ തുടങ്ങിയേക്കുവാണ്. അപ്പോൾ ഇപ്പോൾ വേവിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ അതവിടെ ഇരുന്ന് വേകുന്ന സമയത്തിന് ഞാൻ ജസ്റ്റിനെ കുളിപ്പീരും അവൾക്ക് ഫുഡ് കൊടുക്കലും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും റൈസ് റെഡിയായി. ഒരു 80% വെന്താൽ മതി കേട്ടോ. ഒരുപാട് വെന്ത് പോകണ്ട. പിന്നെ ഞാൻ ചോറൊക്കെ വാർക്കുന്ന ഈ ഒരു വാഷ് ബേസിന് തന്നെയാണ്. ആകെ എനിക്ക് ഈ ഒരു വാഷ് ബേസിനെ കിച്ചണിലുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ എല്ലാ പണിയും നടത്തുന്നത്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഇങ്ങനെ അരിപ്പ് വെച്ച് അതിലോട്ട് ചോറ് വാർത്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. എല്ലാ ചോറും ഇങ്ങനെ തന്നെയാണ് വാർക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അടിയിൽ കൂടെ പ്ലാസ്റ്റിക്കിൻ്റെ ഓസാണ് പോണേന്ന് തോന്നുന്നുണ്ട്. പിന്നെ പൈപ്പ് കുറച്ച് നേരം തുറന്നിടും. ഇപ്പം അങ്ങനെ തുറന്നിട്ടിട്ടും കാര്യമില്ല, നല്ല തിളച്ച വെള്ളം കേട്ടോ വരുന്നത്. എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെയാണ് ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ചോറ് വാർക്കുന്നത്. ഇവിടെ അങ്ങനെ തടയിലിടാനൊന്നും വഴിയില്ല. അപ്പോൾ ജസ്റ്റിൻ വന്നതിൻ്റെ കൂടെ നിൽപ്പുണ്ട്. ഞങ്ങളോട് വർത്താനം പറയുന്നത്. എന്നിട്ട് പിന്നെ അത് കഞ്ഞിവെള്ളം ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി അതും കഴുകി പച്ചക്കറിയായിട്ട് ഇതാ ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ എടുക്കാം. നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാണ്. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഇഷ്ടമുള്ളതെങ്കിൽ അതെല്ലാം എടുക്കാം. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ക്യാരറ്റ്, ക്യാബേജ്, ആ ഫ്രോസൺ ഗ്രീൻ പീസ് ആട്ടോ, അതൊക്കെ ഓപ്ഷൻ മാത്രമാണ്. ഇഷ്ടമുണ്ട് എടുത്താൽ മതി. സാധാരണ ആരും ഇടാറില്ല, പക്ഷെ ഞാനിടും. പിള്ളേർക്ക് കാരണം അത് ഇഷ്ടമായതുകൊണ്ട് അവരങ്ങനെ കഴിച്ചോട്ടെന്ന് കരുതി അതുകൂടെ ഇടും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ മെയിൻ ഐറ്റം ആണല്ലോ ഫ്രൈഡ് റൈസിൻ്റെ. അപ്പോൾ അതും എടുത്തു. അപ്പോൾ അതിൽ ഈ റബ്ബർ ബാൻഡ് കിട്ടും. ഈ മല്ലിയിലയും പുതിനയിലൊക്കെ ഇങ്ങനെ കെട്ടായിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ കിട്ടുമ്പോൾ ഇവിടെ അങ്ങനെയാണ് കിട്ടുന്നത്. ആ റബ്ബർ ബാൻഡ് എല്ലാം കഴുകി ഞാനിങ്ങനെ പൈപ്പ് ഇട്ട് വെക്കും. അടുത്ത ആവശ്യം വരുമ്പോൾ നമുക്കെടുത്ത് യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ ചെമ്മീനും ചിക്കനും ഒക്കെ കുഞ്ഞാക്കി കട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് മുട്ട ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട ഒട്ടിച്ചിട്ട് അതിലോട്ട് ഞാൻ കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ട് അത് നന്നായിട്ട് ഇളക്കി എടുക്കും. അത്രയും മുളക് പൊടിയൊന്നും ഇടില്ല, കുരുമുളക് പൊടി ഉപ്പ് മാത്രമേ ഇടുകയുള്ളൂ. എന്നിട്ട് ഇതുകൂടെ അടിച്ച് കടായി വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കലും ഫ്രൈഡ് റൈസിന് സൺഫ്ലവർ ഓയിലോ വേറെ എന്തെങ്കിലും മണമില്ലാത്ത ഓയിലാണ് നല്ലത്. എന്നിട്ട് ഇതാ മുട്ടയും കൂടെ ഒഴിച്ച് ഈ കടായിൽ തന്നെ ആദ്യം മുട്ട ചുക്കി പൊരിച്ചെടുത്ത് മാറ്റി വെക്കും. എന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള പരിപാടി. അതിന് കുറച്ച് സൺഫ്ലവറും കൂടെ ഓയിലും കൂടെ ഒഴിച്ചിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറുതായിട്ട് അരിയണേ. വെളുത്തുള്ളിയും കൂടി ഇട്ട് അതൊന്ന് വഴറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാരറ്റും ചിക്കനും ചെമ്മീനും കടലയല്ല ഗ്രീൻ പീസ് എല്ലാം കൂടി ഇട്ട് ഇതൊക്കെ നമുക്ക് ഓപ്ഷനാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ ഇടാം. ഞാനിവിടെ ചില്ലി സോസും ഒക്കെ ഇട്ടു. പിന്നെ ടൊമാറ്റോ സോസും സോയ സോസും മസ്റ്റാണ്. അതുകൂടി ഇട്ട് വേവിച്ച് വെച്ച റൈസും ഇട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തു. നമ്മുടെ ടേസ്റ്റി ഫ്രൈഡ് റൈസ് റെഡിയായി. സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി. ഇനി അടുത്ത പരിപാടി ജോലിപ്പോൾ വരും. അവളെ പോയി കൂട്ടിയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മുടെ ജോലി എത്തിയിട്ടുണ്ട്. ഇതാ ഞാൻ അന്ന് തന്നെ കഴിച്ച് കാണിക്കാം. നല്ല രുചിയുണ്ട് കേട്ടോ. സിമ്പിളാണ്. ഇനി എല്ലാവർക്കും കൊടുക്കട്ടെ. ടാറ്റാ ബൈ, സീ യു.